1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 നമുക്ക് ഒട്ടും വൈകിക്കേണ്ട ആദ്യത്തെ സ്കിറ്റിലേക്ക് പോവാം. പക്ഷെ ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. നസീർക്ക, ഹായ്. ഷാജൻ ചേട്ടാ, ഹലോ. ബിജുകുട്ടൻ ചേട്ടാ, നമസ്കാരം. 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 ഇപ്പൊ കാര്യക്കാർ റെഡി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കിറ്റിലേക്ക് പോകാം. സമയം കളയാൻ വിളിച്ചോളൂ. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ കുട്ടി പട്ടാളം ടീമാണ്. ഇവര് വേദിയിൽ വന്നാൽ ചിരി ഗ്യാരണ്ടി ആണ് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിനെ സ്വാഗതം ചെയ്യാം. സൈന്ദവ്, അനന്യ ആൻഡ് ദേവി ലക്ഷ്മി. ഇത് ഐറ്റം വേറെ. ഞാനേ പുതിയൊരു ഓട്ടോ മേടിച്ചു. ചേട്ടനൊരു കാര്യം അറിയാവോ? ഇത്രയും കാലം ഞാനിവിടെ പണിയില്ലാതെ നടന്ന് നമ്മുടെ പലചരക്ക് കട നടത്തുന്ന സുരേന്ദ്രൻ ഇല്ലേ, അവനോട് ഞാൻ പോയി ചോദിച്ചു പണി കണ്ടോന്ന്. അവന്റെ പുച്ഛ കൊണ്ടില്ലിരിക്കുന്ന ലതച്ചേച്ചിയുടെ സുരേഷ്, അവൻ ലോറി ഓടിക്കല്ലേ, അവനോട് ഞാൻ പോയി ചോദിച്ചു, എടാ ഞാൻ നിന്റെ കൂടെ ഒക്കെ വന്നോട്ടെ എന്ന്. അവന്റെ പുച്ഛ. നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട. നിങ്ങൾ ഇതുവരെ അവനെ വണ്ടിക്കകത്ത് കയറ്റിട്ടുണ്ടോ? ഇല്ല. അതാണ് മോൻ. അവസാനം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറയുവോ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലേ ജോലിക്ക് എടുക്കത്തുള്ളന്ന്. അങ്ങനെ കയ്യിലുള്ള പൈസ എല്ലാം നുള്ളിപ്പെറുക്കി ഞാനൊരു ഓട്ടോ വാങ്ങിച്ചു. ഇപ്പൊ ഞാനൊരു മുതലാളിയാണ്. വെറും മുതലാളിയല്ല, ഓട്ടോ മുതലാളി. ഭീഷണിയാണേ റോഡുകളിൽ പാതിരയിൽ പൗർണമിയാണേ പ്രശ്നമുണ്ടായ ഭീകരനാണേ ചിരാജാ ഒച്ചയിട്ടാൽ അച്ചക്കഥാനേ മീറ്റർ വേണ്ട മിന്നായം വേണ്ട ഈസിമാരെ ഫ്യൂസൂരല്ലേ പെട്രോൾ ബങ്കിൽ ക്യൂ നിൽക്കാറില്ല ഊകിപ്പായും പുഷ്പല്ലാണേ ബ്രേക്ക് പൊട്ടിയ നാട്ടിൽ ബെല്ലൊടിഞ്ഞൊരു ലൈഫിൽ ഈ പട്ടണത്തിൽ പെട്ടു ചുഴി ചുറ്റി വരും പെണ്ണുകളും ഈ സന്തോഷന്റെ ഭാര്യയും കൂടെ വിളിച്ചൊന്ന് അറിയിച്ചേക്കാം. അനു, അനു നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അവള് വരുമ്പോ എന്റെ ഈ തിരുമാന്ത കണ്ട നമുക്ക് പുറയിലോട്ടൊന്ന് ഹൈഡ് ചെയ്ത് നിൽക്കാം. ചോദിക്കേണ്ടത് നിനക്ക് ചുമ്മാ കിടന്ന് അനു 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 എന്ന് വിളിക്കാൻ നിന്റെ തലക്കത്തല്ലോ ഓളോട്ടേ. മുറ്റത്തൊരു ഓട്ടോ, മുറ്റത്തൊരു ഓട്ടേന്നല്ലോ, മുറ്റത്തൊരു മൈനേന്നല്ലേ. ആ സാധനം കേട്ടില്ല, എന്നാലും ഒന്ന് കൈയടിച്ച് കയറ്റി വിട്ടാലോ. അമ്മ ഈ കിടക്കണ ഓട്ടോ കണ്ടോ? ഇല്ല, കാരണം നീ ഇത് നിന്റെ പെണ്ണമ്പള്ളയെ കാണിക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ എന്തിനു കാണണം? അല്ലെങ്കിൽ 10 മാസം ചുമത് വെച്ച അമ്മമാർക്ക് ഒരു വിലയും ഇല്ല. ആര് പറഞ്ഞ അമ്മയ്ക്ക് വിലയില്ലെന്ന്? അമ്മയ്ക്കത് അറിയാൻ പാടില്ലാത്തോണ്ട് അമ്മയുടെ വില നിനക്കറിയാമോ? പിന്നെ അമ്മയുടെ 2 കിഡ്നി, കരള്, കണ്ണ് എല്ലാം കൂടി ചേർത്തൊരു 10-32 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടുമെന്ന്. എന്തിനാണോ നീ അത്രയും ഒതുക്കിയത്? എന്റെ ഹൃദയം കൂടെ നീ അങ്ങ് ഇട്, അതിനും കൂടെ പൈസ കിട്ടുമല്ലോ. എന്റെ പൊന്നുമ മറന്നായാ അത്? ഹൃദയം പറയാൻ മറന്നു പോയതല്ല, ആ സാധനം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളോട് പറയുവോ? കണ്ടാ ഇപ്പൊ ഞാൻ ഹൃദയം ഇല്ലാത്തവള്. അപ്പൊ നിന്റെ ഭാര്യയെ അവളെന്റെ ഹൃദയം ഇല്ലേ അമ്മേ? ഇത് എന്നെ പറയണോടാ ചെറുക്കാ. നീ എന്റെ അടുത്ത് ഒരു ആൺകൊച്ച് ജനിച്ചപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു. ആ തന്തോ എന്തോ നിങ്ങൾക്കറിയാവോ? പെൺകുഞ്ഞാണ് ശ്രീധരൻ അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചു വിടണം. ഇനി പാങ്കുഞ്ഞാണ് ശ്രീധരൻ ഇങ്ങോട്ട് കിട്ടുന്ന തന്തോയോ അല്ലായിരുന്നോ നിങ്ങൾക്ക്? അതിന്റെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് നീ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കില്ലേ? എന്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങൾ കേൾക്കണം. ഇന്നലെ എന്നെ ഇവന്റെ പെണ്ണുമ്പിള്ളേരുടെ അടുത്തേ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ചൂടാക്കി തരാൻ പറഞ്ഞു. ചൂടുവെള്ളം എന്തിനാണ് അമ്മ ചൂടാക്കുന്നത്? ചൂടുവെള്ളം ഓൾറെഡി ചൂടല്ലേ. നീ അല്ലെങ്കിലും അവക്കല്ലേടാ സപ്പോർട്ട് ചെയ്യൂ. അവിടെ ഇത്തിരി വെള്ളം ചൂടാക്കി തരാൻ പറഞ്ഞപ്പം ഇവന്റെ പെണ്ണുമ്പിള്ള ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചോണ്ട് ഒറ്റ ചൂടാവില്ല. ബക്കറ്റിലിരുന്ന വെള്ളം പോലും തിളച്ചുപോയി. അമ്മയ്ക്ക് ആ വെള്ളം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താ പോരായിരുന്നു. അല്ലെങ്കിലും എനിക്ക് ഇത്തിരി ചൂടുവെള്ളം ചൂടാക്കി തരാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ല. അമ്മേ, ഞാനിവിടെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് അല്ലാതെ വാട്ടർ ഹീറ്റർ അല്ല അമ്മക്ക് ചോദിക്കുമ്പോ ചൂടുവെള്ളം ഉണ്ടാക്കി തരാം. എന്റെ അടുത്ത് തന്നെ ഇത് പറയണോടാ. പെണ്ണ് കിട്ടാതിരുന്നവനെ ശ്രീധനൊക്കെ വാങ്ങിച്ച് കെട്ടിച്ച് എന്റെ അടുത്ത് തന്നെ നീ ഇത് പറയണം. എടാ മക്കളെ,
അവക്കടെ അച്ഛൻ പൊട്ടാനാണോടാ? അങ്ങനെ ചോദിച്ചേ. ഞാൻ നിനക്ക് വേണ്ടി 5 പവനും 5 ലക്ഷവും ചോദിച്ചപ്പോ കണ്ണൂടച്ച് അങ്ങേരിങ്ങ് തന്നടാ. നിനക്കൊക്കെ ആരെങ്കിലും ഇത്രയൊക്കെ തരൂ? ഞാനാ മറ്റേ അച്ഛന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരു ചില്ലി പൈസ പോലും തരൂലായിരുന്നു. അമ്മ കൂടുതലൊന്നും പറയണ്ട. പണ്ട് ഞാൻ ലുലു മോൾ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ സുലുവിന്റെ മോളെ കാണിച്ചു തന്നല്ലേ. അങ്ങനെയെങ്കിലും നിനക്കൊരു ജീവിതം കിട്ടട്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നീ ആ സുലുവിന്റെ മോളെ കണ്ടില്ല. ഇപ്പൊ ആ പെങ്കൊച്ചിനും നോക്കി നോക്കൂ, എന്ത് സുഖായിട്ട് ജീവിക്കണം. ഇനിയെങ്കിലും എന്റെ പൊന്നുമോ അമ്മ പറയുന്ന കേട്ടൊന്ന് ജീവിക്ക്. അമ്മ എന്താ പറഞ്ഞെന്നാ? അമ്മ എപ്പോഴും പറയും അവക്കടെ വീട്ടിൽ പോണ്ട, അവക്കടെ വീട്ടിൽ പോണ്ടെന്ന്. അവളുടെ അമ്മ എന്തായാലും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്റെ വീട്ടിൽ ഒന്നും നിക്കണ്ടെന്ന്. അവളെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊണ്ടുവന്നു. എന്തൊക്കെ പറയാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ വീട്ടിൽ വേണം കേട്ടോ. ആ നോക്കാം. അമ്മക്ക് എന്ത് വേണേലും പറയാം. അവൾ ആയതുകൊണ്ട് അതൊക്കെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കുന്നില്ല. അമ്മയ്ക്ക് ഒരു ട്രിക്ക് അറിയത്തില്ല. അവള് പറയുന്നത് ഞാൻ കേട്ട് അനുസരിക്കുന്നില്ല. അതുപോലെ അമ്മയും കേട്ടങ്ങ് അനുസരിച്ചാ പോരെ. പെണ്ണുമ്പിള്ള പറയാനായിട്ട് ജീവിക്കാൻ നിനക്ക് നാണമില്ലേടാ ചെറുക്ക? നീ ആരെ കണ്ട് പഠിച്ചത്? സത്യം പറ. എന്റെ അച്ഛനെ കണ്ട്. ഇത്രയും കാലം അച്ഛൻ അമ്മ പറയുന്ന കേട്ടല്ലേ ജീവിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങേര് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിച്ചാന്. അപ്പൊ എന്റെ ജീവനൊരു വിലയില്ലേ? നിന്റെ ജീവന് വില ഉണ്ടാവണമെങ്കിലേ നിനക്കൊരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലേ? എന്തോന്ന് ആനു. ആ പെങ്കൊച്ചായോട്ട് നിന്നെ ഇപ്പോഴും സഹിക്കണ്. ഞാൻ മക്കളെ അങ്ങനെ മനസ്സിലായി അവള് വന്നെന്ന്. നിന്നെ മൊത്തമുള്ള പേടി എന്നാണ് രണ്ടുപേരും കൂടി ഒരു അടക്കം പറച്ചില്ലേ? ഒരടക്കം ജസ്റ്റ് മിസ്സേന്റെ കാര്യം പറയായിരുന്നല്ലേ കളെ? പുതിയ വണ്ടി ഉണ്ടില്ലേ? പോയി കാണും. വണ്ടി കൊണ്ടുവന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തെ? ഒന്നുമില്ല മക്കളെ, അവൻ പുതിയ വണ്ടി എടുത്തപ്പോ അവന്റെ അമ്മയായ ഞാൻ കണ്ടിട്ട് നീ കണ്ടാ മതി അവൻ ഒരേ നിർബന്ധം. അല്ലെങ്കിലും ആമ്പിള്ളേര് അമ്മയ്ക്ക് വേണ്ടി മരിക്കും. ആരും പറയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അവൾ അത് കേട്ട് നിന്നെ കൊല്ലും. അവള് നോക്കി ഷാജേട്ടാ, എന്റെ മാലയും വളയും പണയം വച്ചിട്ട് ഇതുവരെ ശരിയല്ലേ? തെന്നോക്കളെ തന്നെ നീ വേണോ അത് ആദ്യം കാണാൻ? എടാർക്കാ ഞാൻ വെട്ടത്തി ഒലക്കെ എടുത്തോണ്ട് വരാം. എന്നാത്തിന്? എന്തായാലും അവളിപ്പോ ദേശത്ത് നിൽക്കാണല്ലോ. നിന്നെ വെട്ടാനാ കുത്താനാ തോന്നിക്കഴിഞ്ഞാ അവൾ ഇതൊക്കെ എടുക്കാൻ അകത്തോട്ട് പോകുമ്പോ ലാഗും. ഞാനിപ്പോഴേ പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാം. അമ്മ എന്ന് പോയേ. എടീ മക്കളെ, എന്റെ അടുത്ത് പോവേ. ആദ്യം അമ്മ അകത്ത് കയറിപ്പോ. ഷാജേട്ടാ, എന്നെ ആദ്യം വണ്ടി കാണിക്കാത്തത് പോട്ടെ, പക്ഷേ ഈ വണ്ടിക്ക് പേരിടുമ്പോ എന്റെ അച്ഛന്റെ പേരിടണം. രണ്ടിന്റെ മുഖഷേപ്പ് ഒരുപോലെ ആണെന്ന് പറഞ്ഞോണ്ട് രണ്ടുപേർക്കും ഒറ്റ പേരിടാൻ പറ്റുമോ? ഈ വണ്ടിക്ക് അമ്മയുടെ പേരിട്ടാ മതി. ഭവാനി അമ്മ, എന്റെ പേര് എന്റെ പിള്ളക്ക് എന്റെ പേര് തന്നെ ഇടാൻ തോന്നിയല്ലോ. നല്ല പേരാണ് കളയത്. നിങ്ങളുടെ പേരാ ഞാൻ പറഞ്ഞ എവക്കടെ അമ്മയുടെ പേര്. മൈ മദർലോ തങ്കമ്മ പീറ്റി. നിനക്ക് ഇവളുടെയും ഇവളുടെ വീട്ടുകാരോടുമാണ് താല്പര്യമെങ്കിലേ ഞാനൊരു പേര് പറഞ്ഞ കേട്ടാ. പെൺകോന്തൻ, അതാണ് നിനക്ക് പറ്റിയ പേര്. പെൺകോന്തൻ ആരെങ്കിലും വണ്ടിക്ക് പേരിടോടി? എന്റെ പൊന്നു മനുഷ്യ, അത് അവര് നിങ്ങളെ കളിയാക്കിയതാണ്. അല്ലെങ്കിൽ നിങ്ങളെ തറവാട്ടുകാർക്ക് ഞങ്ങളെ തറവാട്ടുകാരെ കാണുമ്പോ ഒരു കിരുവപ്പുണ്ട്. കിരുവപ്പ് കിരുവപ്പ് അല്ല കിരുവപ്പ്. ഇപ്പൊ നിങ്ങളമ്മ എന്നെ കാണുമ്പോ എന്നാക്കത്തില്ലേ? അതേപോലെ നിങ്ങളമ്മ എന്റെ അച്ഛനെ കാണുമ്പോൾ എന്നാക്കത്തില്ലേ? അതാണ് ഈ കിരുവപ്പ്. പുച്ഛം. സുന്ദരിക്കുട്ടി, നമുക്ക് ഇങ്ങോട്ടേക്ക് സുന്ദരി എന്ന് പേരിട്ടാലോ? വേണ്ട, സുന്ദരൻ എന്നിടാം. സുന്ദരി എന്നിടാം. സുന്ദരി സുന്ദരേ എന്നാ സുന്ദരി മതി. സുന്ദരി എന്നോമൽ സുന്ദരി, എന്റെ പൊന്നെ എന്നു കേട്ടാൽ വീണുപോകും സുന്ദരി. നീ എൻ സുന്ദരൻ, എന്റെ മാത്രം സുന്ദരൻ, ഏതു പെണ്ണും വീണുപോകും നല്ല പാട്ടിൻ വല്ലഭൻ. മക്കളെ, വണ്ടി കയറുന്നതിന് മുമ്പ് അപകടം വന്ന്. മക്കളെ, അമ്മേ, ചേട്ടൻ പുതിയ വണ്ടി എടുത്തേന് ആ പ്രശ്നക്കാരന്റെ അടുത്ത് പോയി ഒന്ന് നോക്കിക്കൂടെ? നമ്മളതിന് പ്രശ്നക്കാരന്റെ അടുത്ത് അങ്ങോട്ട് പോണം. ഇവൻ വണ്ടി എടുത്തോട്ടേക്ക് പോലുള്ള പ്രശ്നക്കാരൊക്കെ ഇങ്ങോട്ട് വരൂലേ? ഓരോന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്തോന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നിന്റെ കെട്ടിയവൻ ചെയ്തു വെച്ചെന്റെ ഒരു അംശം പോലും ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ചേട്ടൻ എന്തോ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ആരിങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നത്? എന്റെ ചേട്ടൻ. അതിനും വലിയ പ്രശ്നം വേറെ നടക്കാനായിട്ട് ഉണ്ട്. ഈ പ്രശ്നത്തിന് എല്ലാം മെയിൻ കാരണം ഇവൻ ഒരൊറ്റരുത്തനാണ്. മീൻകാരൻ എന്നാ പ്രശ്നം അമ്മ ഉണ്ടാക്കിയത്? മീൻകാരൻ മെയിൻ കാരണം നീ. ഹലോ മോളെ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയണ കേട്ടാ മതി. ഒരു കാരണവശാലും ആ ഓട്ടോറിക്ഷയിൽ അവൻ്റെ അമ്മയെ കയറ്റരുത്. എൻ്റെ മകള് വേണം കയറി യാത്ര കേട്ടോ.
എന്താ നീ ഒന്നും മിണ്ടാത്തെ? കേട്ടോ, താൻ എന്തായാലും വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അയ്യോ. അതുകൊണ്ട് തന്റെ മുഖക്കട ഫോണ് എന്റെ കയ്യിലായിരുന്നു. കേട്ടോ കിളവാ, ഞാൻ അങ്ങോട്ട് വരവ് നിർത്തി. അതാണ് നല്ലത്. എടാ മക്കളെ, അവക്കടെ അച്ഛൻ പറഞ്ഞത് കേട്ടാ? എന്റെ പൊന്നുമോന്റെ വണ്ടിയില് ഈ അമ്മ കേറി. പറഞ്ഞു മക്കളെ, നിന്റെ അച്ഛനല്ലേ എന്റെ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്നേ. അമ്മേ, എവക്കടെ അച്ഛൻ അങ്ങനെ പറഞ്ഞി അമ്മ എന്റെ ഓട്ടോ കയറണ്ട. പൊന്നു ദൈവമേ, ഇത് ഞാൻ നൊന്ത് പ്രസവിച്ച ചെറുക്കൻ തന്നെ. ഇത് തവിട് എടുത്ത് വാങ്ങിച്ചതായിരിക്കും. അനാവശ്യം പറയില്ല കേട്ടോണ്ണേ, തവിട് എടുത്ത് വാങ്ങിച്ചതായത്. തവിടിന്റെ വില പോലും ഇല്ല മക്കളെ ഇതിനൊക്കെ. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിനക്കിപ്പോ ഈ നിമിഷം തീരുമാനിക്കാം. ഈ നിൽക്കുന്ന എന്നെ വേണോ അതോ നിന്റെ അമ്മയെ വേണോ? അല്ല, നിന്റെ അമ്മയെ വേണോ ഈ നിൽക്കുന്ന അനുവിനെ വേണോ? അമ്മയുടെ പേര് പറഞ്ഞാൽ അനു ഇവിടുന്ന് പോവും. അനുവിന്റെ പേര് പറഞ്ഞാൽ എന്റെ തല പോവും. ഏത് പറയാം? അതെ, എനിക്ക് രണ്ടുപേരെയും വേണം. കൊണ്ടാടി മക്കളെ, എന്റെ മോന്റെ സ്നേഹം അവന് രണ്ടുപേരേ വേണോന്ന്. സത്യം ഞാൻ കൊണ്ടൊന്നുമല്ല, അനുവിന്റെ കയ്യിലാണ് പൈസ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വേണം. സമയത്തിനല്ല മെച്ചോളമ്പത്തിനാണെങ്കിൽ എനിക്ക് അമ്മയും വേണം. അതുകൊണ്ടാണ് രണ്ടുപേരും വേണമെന്ന് പറഞ്ഞത്. മക്കളെ, അവന്റെ മനസ്സിലിരിപ്പ് നീ കേട്ടാ? കുത്തിത്തിരിപ്പുണ്ടാക്കി ഉള്ള കഞ്ഞികുടിയും കൂടെ മുട്ടിപ്പിക്കരുത്. മനുഷ്യ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി നിങ്ങൾ ഇതുവരെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഇതിനി ഇവിടെ നടക്കൂല. എടാ, നീ നിന്റെ അമ്മാവനെ കണ്ടു പഠിക്കാൻ. അമ്മാവനെ കണ്ടുപിടിക്കാൻ അമ്മാവനെ കളഞ്ഞു പോയേ. ഈ ക്ലൈമാക്സ് അടുത്ത സമയത്ത് ഇമ്മാരി അമ്മാനെ അതിന് വേണം നിങ്ങൾ ഒരു കയ്യടി കൊടുക്കാൻ. ഇനി ഞാൻ മനഃപൂർവ്വം പണിക്ക് പോകത്തതാണോ? ഇത് ഞങ്ങളുടെ പാരമ്പര്യമാടി. അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പാരമ്പര്യം. നമ്മുടെ അല്ല, നിന്റെ അച്ഛന്റെ വീട്ടുകാരുടെ പാരമ്പര്യം. ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിന്റെ അകത്ത് കിടക്കണത്. എന്റെ ദൈവമേ, ജോലിക്കും കൂലിക്കും പോകാത്ത ഒരുത്തനാണല്ലോ എന്റെ തലയെ കെട്ടിവെച്ച് തന്നത്. തലയെ കെട്ടിവെക്കാൻ ഞാനെന്തോ എയർബാൻഡോ എനിക്ക് പോണ വഴിക്ക് ഉരുക്കളഞ്ഞിട്ടെങ്കിലും പോവായിരുന്നു. ആവശ്യമില്ല. എന്താ മനുഷ്യ, നാളെ തൊട്ട് മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ടാണോ? എന്റെ പൊന്നു മക്കളെ, നീ ഒന്ന് അടങ്ങ്. അവൻ നാളെ തൊട്ട് ഓട്ടോ ഓടിക്കാൻ പോവേല്ലേ? ഓട്ടിക്കാനല്ല, ഓടാൻ. ഓടാനാ? നമ്മുടെ വടക്കേലെ സുഖമില്ലേ, അവൻ നാളെ വന്ന് നമ്മുടെ ഈ ഓട്ടോ ഓടിക്കും. അപ്പൊ നിങ്ങളോ? ഞാൻ വീട്ടിൽ ഇരിക്കും. അവൻ ഓട്ടോ ഓടിക്കൊണ്ട് തരണ വാടാ പൈസ കൊണ്ട് നമ്മൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കും. എനിക്ക് ലൈസൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ മനുഷ്യ? എന്റെ അറിവിൽ ഇവന് രണ്ട് കാര്യങ്ങളേ ഉള്ളു. ഒന്ന്, നല്ല വിശപ്പ്. രണ്ട്, ജോലിക്ക് പോവാൻ മടി. അല്ലാതെ ഈ എണ്ണത്തിന് വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞേ? എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്, ഓട്ടോക്കാരനും കുടുംബവും. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് നസീർക്ക ദേവിലക്ഷ്മിനെ ഒരു പെൺകുട്ടിയായി കാണുന്നത്. അല്ലെങ്കിൽ മറ്റേ കൊട്ടാരം ഗുരു അല്ലെ, മുതലാളി ഒക്കെ ആയിട്ട് ആൺകുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ ഒരു സുന്ദരിക്കുട്ടിയായി കാണാൻ പറ്റി. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നസീർക്ക, എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളി. ഇടയ്ക്ക് ഫീമെയിൽ വേഷം വന്നുള്ളെങ്കിൽ അത് പുലിയായിട്ടാണ് വരുന്നത്. അതാണ്. 3 പേരും തകർത്ത് അഭിനയിച്ചു കേട്ടോ. നിങ്ങൾക്ക് ആര് ഈ സ്ക്രിപ്റ്റ് എഴുതി തന്നാലും ആ തന്നയാള് നല്ല അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. കാര്യം അമ്മയുടെയും വൈഫിൻ്റെ ഇടയ്ക്ക് കിടന്ന് നീർന്ന ആൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അത്ര മനോഹരമായൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. കൗണ്ടർ എന്ന് പറഞ്ഞാൽ അടിക്കടിക്ക് കൗണ്ടർ, എല്ലാം നല്ല പഞ്ചായത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പോലും ഒരാളുടെ വായിൽ നിന്ന് ഒരു ഉളുക്ക് വീണിട്ടില്ല, തെറ്റി വീണിട്ടില്ല, മറന്നിട്ടില്ല എന്നുള്ളതാണ്. 3 പേരും ഗംഭീരമായിരുന്നു. നല്ല രസമായിട്ട് ഇന്ന് സൈന്ദവ് ചെയ്തു കേട്ടോടാ. നീ ഒത്തിരി പ്രാവശ്യമായിട്ട് നിന്നോട് പറഞ്ഞു വന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി വരുന്നുണ്ട്. മോഡുലേഷൻ്റെ കാര്യത്തിലും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലും എല്ലാം പഠിച്ച് നടുക്കിക്കുന്ന മോളെ സുന്ദരിയായിട്ട് മിടുക്കിയായിട്ട് അനന്യ നല്ല രസമായിരുന്നു കേട്ടോ. സാധാരണ നിങ്ങൾ 2 പേരിലാണ് എന്തെങ്കിലും ചെറിയ ടൺസ്ലിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു വീഴുന്നു. ഇന്നൊന്നും ഒരു സാധനവും വന്നില്ല. കാര്യം അത്രയും പുതിയായ അമ്മയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എത്തിയെന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലെ ഗംഭീരമായ സ്കിറ്റും ഇതേപോലെ ചിരിപ്പിച്ചും വീണ്ടും വരിക. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഷാജൻ ചേട്ടാ, സൈന്ധവേ, അനന്യ, ദേവിലക്ഷ്മി, കലക്കൻ സ്കിറ്റായി. നന്നായിട്ട് പെർഫോം ചെയ്തു. 3 പേരും നല്ല ഫ്ലോയിലാണ് പോയത്. 3 പേരും അവരവരുടെ ക്യാരക്ടേഴ്സ് ഗംഭീരമായിട്ട്. ഇത് സൈന്ധവിൻ്റെ എൻട്രി, ആദ്യത്തെ ഡാൻസ്, കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ചെക്കൻ
സൂപ്പർ ആയിരുന്നു, നന്നായിട്ട് നീ പെർഫോം ചെയ്തു. ആ പോസ് ഇടേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഇമോഷൻ എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ഡയലോഗ് ഡെലിവറി ചെയ്തത് കേട്ടോ. നന്നായിരുന്നു. എൻ്റെ തൊട്ട് പുറകെ നമ്മുടെ അമ്മ വന്നു, നമ്മുടെ ദേവിക്കുട്ടി അസലായിരുന്നു മോളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഹൈ പിച്ച് പോയിട്ട് പെട്ടെന്ന് താത്തിട്ട് നീ വന്ന് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ചെയ്യല. ആ ഒരു മോഡുലേഷനൊക്കെ ഉഗ്രനാണ് മോളെ, നന്നായിട്ട് കേട്ടോ. മോളെ സൂപ്പറായിരുന്നു ചേക്കൻ കേട്ടോ, നന്നായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ 3 പേര് കട്ടക്ക് നിന്നുള്ളതാണ്. ഒരാൾ മറ്റേ ആൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ ഒരു സ്കിറ്റ് ഗംഭീരമാവുള്ളൂ. നല്ല സ്ക്രിപ്റ്റായിരുന്നു, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുത്തു. നല്ല ഇമോഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ബിജുക്കുട്ടൻ ചേട്ടാ കിലിക്കട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറാ. 3 പേരും എന്താ പറഞ്ഞ ഒരു ഹോം വാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ നസീർക്ക് പറഞ്ഞില്ലേ, ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ, ഒരക്ഷരം മറന്നു പോകാതെ, ഒരക്ഷരം ക്ലാഷ് ആവാതെ നിങ്ങൾ ഇങ്ങനെ 3 പേര് നിന്നിട്ട് പടക്കം പൊട്ടണ പോലെ അങ്ങനെ കമ്പിത്തിരിയൊക്കെ പൊട്ടൂല, അതേപോലെ അങ്ങനെ മനോഹരമായിട്ട് അതിനകത്താണെങ്കിൽ നല്ല കൗണ്ടറുകളുണ്ട്. ഒരു കൗണ്ടർ മറന്നു പോകാതെ ആദ്യം തുടങ്ങി അവസാനം വരെ എത്തിച്ചത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് വലിയ ആൾക്കാരേലും വലിയ സ്കിറ്റാണത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രില്യൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ, അമ്മ ഇവിടെ നിന്നും മോൻ ഇവിടെ നിന്നും മരുമോള് വന്നത് അമ്മ കണ്ടിട്ടേ ഇല്ല. നിനക്ക് അപ്പം ആ മരുമോളുടെ അമ്മായിയമ്മയുടെ ആ ടോൺ മാറിയത് കണ്ടായിരുന്ന, നിന്റെ അപ്പ പെണ്ണ് കാരണോ അല്ലായിരുന്നെങ്കിൽ നീ എവിടെ പോയി നിന്നേനെ. അമ്മയ്ക്ക് അതെങ്ങനെ മനസ്സിലായി? നിന്റെ പൈസ കണ്ടപ്പോ നിന്റെ റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് അതൊരു ബ്രില്യൻറ്റ് കൗണ്ടറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേറെ ബ്രില്യൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ചീത്തയാണെന്ന് കൗണ്ടർ, ഞാൻ പറഞ്ഞ കൗണ്ടർ അല്ലെങ്കിൽ അവള് പറഞ്ഞ കൗണ്ടർ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരു കയ്യടി അങ്ങനെ കൊടുത്താക്ക് 2-3 സ്ഥലത്ത് അങ്ങനെ കയ്യടി പറഞ്ഞു വാങ്ങിച്ച് അല്ലേ. അതൊക്കെ ഒരു ബ്രില്യൻ പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ. 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിലും പൊട്ടിത്തെറിപ്പിക്കേണ്ട സ്കിറ്റായിട്ട് വന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് അറിഞ്ഞാലോ ഓട്ടോറിക്ഷക്കാരനും കുടുംബത്തിനും എത്ര രൂപ കൊടുക്കുമെന്ന്? നസീറിക്ക, ഞാനൊരു 15,000 രൂപ കൊടുക്കുകയാണ്. 15,000, 15,000. ഷാജാൻ ചേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 15,000 രൂപ കൊടുക്കും. ഓക്കെ, അങ്ങനെ 30,000 ആയിട്ടുണ്ട് ഇപ്പോ. ഇനി ബിജുക്കുട്ടൻ ചേട്ടന്റെ കയ്യിലാണ് ബാക്കിയുള്ളത്. ബാക്കി ഞാൻ കൊടുത്താക്കാം, കത്തിച്ചുണ്ടാക്കാം. ഇപ്പൊ സിൽവർ പഞ്ച് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ദേവിലക്ഷ്മിയോട് ചോദിച്ചു തുടങ്ങാം. എന്താണ്, പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. രാജേഷങ്ങളിലും ശശാങ്കനങ്ങളിലും സനൂപേട്ടന് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൗണ്ടറൊക്കെ കയറ്റി തന്നതിന് അവർക്ക് നന്ദിയുണ്ട്. പിന്നെ അർജുനകളിന് നന്ദിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിൽവർ അടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്രാവശ്യം അടിക്കാൻ ശ്രമിക്കുമെന്നാണ്. ശ്രമം വിജയിച്ചിരിക്കുന്നു. ദേവിലക്ഷ്മിക്ക് ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്ന മെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ഇഷ്ടം? മീശ ഒട്ടിക്കുമ്പോ മെയിൽ ഇഷ്ടമല്ല, പക്ഷെ അല്ലാത്തപ്പോ രണ്ടും ചെയ്യും. ഓക്കെ, അനനക്കുട്ടി പറയൂ. തന്നെ അർജുനങ്ങൾ ഒത്തിരി നന്ദി. പിന്നെ രാജേഷങ്ങൾ, സനൂപങ്ങൾ, ശശാങ്കനങ്ങൾ, ഇവർ 3 പേരും നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് കൗണ്ടറൊക്കെ കയറ്റി തന്നുകൊണ്ട് അവരുടേത് ഒത്തിരി നന്ദി. പിന്നെ സിൽവർ അടിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും. ശരിക്കും എന്താ, നമ്മൾ വെറുതെ കയറി നന്നായിട്ട് കളിക്കണം, തെറ്റിക്കാതെ അടിപൊളിയായിട്ട് കളിക്കണമെന്ന് അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഓഡിയൻസിന് നല്ല സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നു. സൈന്ധവേ, എന്താണ് സിൽവർ പഞ്ച് ഒക്കെ അടിച്ചിട്ട് പറയാനുള്ളത്? തന്നെ സന്തോഷം. അർജുനങ്ങളോട് നന്ദിയൊക്കെ ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് നന്ദിയൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ രാശങ്ങള്, ശശാങ്കനങ്ങള്, സനൂപേട്ടൻ, ഇവര് 3 പേരും സ്കിറ്റൊക്കെ എഴുതി തന്നപ്പോഴത്തേക്ക് അത് ഇത്തിരി കൂടെ അനന്യ പറഞ്ഞ പോലെ തന്നെ കളിക്കാൻ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് നന്നായിട്ട് കളിക്കുക, അത്രേ ഉള്ളൂ. സിൽവറൊന്നും ഞാൻ പറഞ്ഞില്ല എന്നോട് എന്താ പറഞ്ഞേ? അടുപ്പിച്ച് 2 സിൽവർ പഞ്ചാ കൊടുത്തത്. പക്ഷെ ഞങ്ങളത് കൊടുക്കുന്നത് അടുത്ത തവണ വരുമ്പോ അവര് വേണ്ട തരാനായിട്ട് സ്പെഷ്യൽ നന്ദി അങ്ങ് പറഞ്ഞു. ഇപ്രാവശ്യത്തിന് ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, അവരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റ് ഹാമ്പറിങ് എടുത്തോണ്ട് വരാം. ഓക്കെ, ഇവിടെ നിന്നോ കേട്ടോ. മിൽമ റെഡി ടു ഡ്രിങ്ക് പാലട പ്രഥമനാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. വഴക്കുണ്ടാക്കണ്ട, 3 എണ്ണം ഉണ്ട് ഒരു കവറിലാണെങ്കിലും. അപ്പം എന്തായാലും ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട.
സിൽവർ പഞ്ചൊക്കെ അടിച്ചില്ലേ? ആർമാദിപ്പിൻ മിൽമയുടെ പായസം കുടിച്ചിട്ട്. ഓക്കെ, ഓക്കെ ബൈ. അടിപൊളി. ഈ അടുത്ത ഇടയ്ക്കായിട്ട് ഐറ്റം വേറയുടെ വേദിയിൽ ഒരുപാട് ഗോൾഡൻ പഞ്ച്, സിൽവർ പഞ്ചൊക്കെ വാരി കൂട്ടിയ ഒരു ടീമാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം കൊച്ചു പ്രതിഭേട്ടൻ, അമൽ ആൻഡ് ദീപ്തി. ഓണപ്പരീക്ഷയുടെ പേപ്പറൊക്കെ പെട്ടെന്ന് നോക്കി തീർത്തേക്കണം. അതെ അതെ, ഉച്ച കഴിഞ്ഞുള്ള ഓണം സെലിബ്രേഷൻ നമുക്ക് അടേച്ച പൊളിക്കാം. അതെ അതെ അതെ, നമുക്കത് വേണം. പിള്ളേരുടെ കൂടെ നമുക്ക് തകർക്കണം. അതെ അതെ. എന്റെ അമ്മേ, സാർ ഒരുത്തന്നെ എഴുതി വെച്ചേക്കുവാ. എന്നാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്നെ ജയിപ്പിക്കടാ. എനിക്കത് പറയാം. എന്നിട്ട് വേണം സ്കൂൾ മൊത്തം പറഞ്ഞു നടക്കാൻ. എനിക്ക് പല തന്തയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ A+ കൂടി ഞാൻ ഇവനെ ജയിപ്പിക്കും. എന്റെ തന്തയ്ക്ക് വിളിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കത്തില്ല. പിന്നെ അല്ല, ഇതാരേത്? അളിയൻ. എന്നാ അളിയൻ പിന്നെ നല്ലൊരു ഓണായിട്ട് കാശിന് വേണ്ടി വിളിച്ചോണ്ടിരിക്കോ സാറേ? നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ അത് ഇല്ലാന്ന് പറ. അപ്പൊ അവര് വേറെ ആരോടെങ്കിലും ചോദിക്കില്ലേ? ഞാൻ കടം കൊടുക്കാനുള്ള പൈസ വേറെ ആരോട് വിളിച്ചു ചോദിക്കാൻ? അത് ശരി, കടം നേരിച്ച് പോക്കറ്റിലിട്ടതോടെ ഈ വക പോക്കറ്റിൽ കാണിക്കണേ. വേണ്ട ഇത് പൈസ. അത് സാറേ, എന്തോ ഒരുത്തരെ എഴുതി വെച്ചോ? പാത്തുമ്മയുടെ ആടിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോ പുള്ളി എഴുതിയേക്കണോ? എന്നാ സാറേ? പാത്തുമ്മക്ക് ഇപ്പൊ ആടല്ല, 2 ജേഴ്സി പശു അത്. ഇതാരെ എഴുതിയേ? ഇതാ അഷറഫ്. അഷറഫാണേത് ഉള്ള കാര്യ. എന്റെ നാട്ടുകാരനാ. പാത്തുമ്മ പണ്ടായിരുന്നു ആടിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ജേഴ്സി പശു ഉള്ളതാ. അത് അതല്ല സാറേ, ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെ പറ്റിയാ പറഞ്ഞെന്ന്. സാറിന് പിന്നെയും തെറ്റി. ബഷീറിന് മൂരിയുടെ പരിപാടിയാണ്. ഈ പുള്ളി സാറെന്നുള്ളത് എന്നെ കൊണ്ട് അക്ഷരം മാറ്റി വിളിപ്പിക്കോ? സാറേ അതല്ല പറഞ്ഞേ, നമ്മുടെ വക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞ പുസ്തകം, അതിനെ പറ്റിയാ പറഞ്ഞത്. ആടല്ലേ? ഇന്നിപ്പോ എന്നാ ചെയ്യണേ? നീ ഒരു അരമാർക്കിട്ട് കൊടുത്തേക്ക്. അവൻ അത്രയും കഷ്ടപ്പെട്ടല്ലേ? അതെ, ആ പേനയുടെ മഷി ചെലവാക്കിയതല്ലേ കൊടുക്കട്ടെ. എന്റെ അമ്മേ, എന്നാ സാറേ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആൻസർ ഷീറ്റ് ആണ്. എന്റെ ദൈവമേ, അല്ലെ ഈ സന്ധി ടീച്ചർ ഇത് എവിടെ പോയി കിടക്കുക? യോ, സന്ധി ടീച്ചറൊക്കെ രാവിലെ വന്ന് കഞ്ഞിപ്പുരയിൽ സന്ധി ടീച്ചറൊക്കെ ഇരിക്കുക. ഈ മറ്റേ ഓണസദ്യയുടെ പരിപാടിയൊക്കെ ആയിട്ട്. എന്നാ പിന്നെ വിറക് നനഞ്ഞെടുക്കാൻ ഞാനൊന്ന് ഉണങ്ങാനുള്ള താർപ്പയോ വിറക് പറയുമ്പോ ഉണങ്ങുമെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയ തീപ്പെട്ടിക്ക് ഞാൻ എറിഞ്ഞിടും. അല്ല, നിങ്ങൾക്ക് ഈ സന്ധി ടീച്ചറിന്റെ കാര്യം പറയുമ്പോ എന്നെ ഒരു ഇത്? അതൊരു പാവല്ലടവേ, അത് കാരണം ചുമ്മാ ഒരു ഇത്. ഏത് അല്ലേ? എന്നതാ? ഒന്നല്ല, എന്നോട് ഒരു 10,000 രൂപ കടം ചോദിച്ചു ഇന്നലെ. അതുകൊണ്ട് ഞാൻ അത് കൊടുക്കാന്നും പറഞ്ഞു. 100 രൂപയ്ക്ക് ഒരു പെട്രോൾ അടിക്കാൻ ഞാൻ കാശ് ചോദിച്ചപ്പോ തന്റെ ഇല്ലെന്നല്ലോടോ താൻ പറഞ്ഞത്? 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ റൂട്ടാക്കാം. ഇയാൾക്ക് 100 വന്നിട്ട് എന്നെ പണം ഉണ്ടാക്കാൻ ചെയ്യാൻ വേണ്ടിട്ട് 10,000 രൂപ ചോദിച്ചതാണ്. ആ കനാല് വഴിയുള്ള പോക്ക് ഞാൻ പിടിക്കണുണ്ട്. പിടിക്കണുണ്ട് ഞാൻ. അല്ല, വീട്ടിൽ ഓണസദ്യ മറ്റേ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തോ? എന്റെ സാറേ, ഓണക്കോടിയുടെ കാര്യം പറ്റി ഒന്നും പറയട്ടോ. എന്നാ ചെലവാന്ന് പറയുമ്പോ വീട്ടിലെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റി. ശരിയാ. അത് പറഞ്ഞ ഒരു കിടക്കാച്ചി ഐഡിയ ചെയ്ത് വെച്ചോന്നാണ് സാറേ. പെണ്ണുമ്പിള്ളക്കുള്ള ഡ്രസ്സ് എടുക്കാൻ അമ്മയുടെ കയ്യിൽ കാശ് കൊടുത്തു, അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പെണ്ണുമ്പിള്ള കയ്യിൽ കാശ് കൊടുത്തു. രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂറ വില കൊടുക്കാൻ രണ്ടുപേർക്കും മേടിക്കുന്നു. ചെലവ് കുറയ്ക്കാൻ ഇതിന് നല്ലൊരു വഴി ഞാനായിട്ട് കണ്ടില്ല. തന്നെ ഈ പിള്ളേരൊക്കെ കളർ കോഴി കുഞ്ഞുങ്ങളുടെ തൊട്ട് ഒരേ ഉടുപ്പിട്ടുകൊണ്ട് പോണത്. അതെ, ഓണ സെലിബ്രേഷൻ അല്ലേ? അതുകൊണ്ട് ഒരേപോലെ ഇരിക്കാൻ വേണ്ടി ആൾക്കൊന്നിന് 1500 രൂപ ചെലവാക്കി അവന്മാർ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോണതാ. ഒരേപോലെയുള്ള ഉടുപ്പിടാനാണെങ്കിൽ ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാ പോരെ. ഈ പൈസ ചെലവാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നമ്മുടെ സ്കൂളിലെ കോനാം ബീച്ച് പിള്ളേരല്ലേ? 4 ആളെ കാണുമ്പോ അമ്മമാർക്ക് എന്നാങ്കിലൊക്കെ കാണിക്കണ്ടേ? അതിനു വേണ്ടി കാണിക്കണ പരിപാടിയാണ് ഇത്. തന്നെ ഈ സന്ധി ടീച്ചർ അവിടുന്ന് ഓടിപ്പാഞ്ഞ് കയറി തന്നെ. സങ്കൽപ്പത്തിൻ ചന്ദ്രോത്സവം മാറാകെ തിങ്ങും നിന്നാത്മാവിൻ ഗന്ധം തേടിയിടും കാറ്റുപോൽ വന്നെത്തും നീ ഞാനും എന്റാകം പോൽ രാവും കണ്ണീർ തുറന്നിടുവോ. നമ്മൾ തമ്മിൽ ഡാൻസ് കളിക്കാൻ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു.
ഇന്നലെ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലും മാഷെ എന്നോട് ചതി ചെയ്യുന്നു ഞാൻ എന്നെ എഴുതുന്നു. അപ്പൊ തനിക്ക് വർത്താനം മാത്രമല്ല പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. ഇയാള് നേരെ എനിക്ക് തന്നെ സ്കൂൾ മുതലേ എനിക്ക് തന്നെ അറിയാവുന്ന ഇതിൽ ഞാൻ ടീച്ചറിന്റെ കൂടെ എന്നെ പെങ്ങളെ പറ്റിയ കാര്യം പറഞ്ഞു. മാഷിനറിയാലോ 10 വീലെ പിള്ളേർ എന്റെ പിള്ളേരാണ്. അപ്പൊ മരി ഓണാഘോഷത്തിന് എന്ത് നല്ല പൂക്കളിട്ടെന്നറിയോ? പൂക്കളത്തിന്റെ കേസാണോ? പിന്നെ മാഷ് എന്താ വിചാരിച്ച? ഞാൻ ഓർത്ത് 24 ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കാം. 10 സീലെ പിള്ളേർക്ക് സമ്മാനം കൊടുത്തത് അതിന് എന്റെ ചന്തത്തേക്ക് അറിയില്ലേ ഈ പുള്ളിയായിരുന്നു എന്റെ ജഡ്ജ്. ഓ ഇപ്പൊ മനസ്സിലായി. 10 സി മാഷിന്റെ ക്ലാസ് ആണല്ലോ. അങ്ങനല്ല അത് നമ്മളിത് തുടങ്ങുമ്പോ നമ്മൾ പറഞ്ഞായിരുന്നു നാടൻ പൂക്കൾ കൊണ്ടുള്ള പൂക്കള മത്സരത്തിനാണ് 1ാം സമ്മാനം. നമ്മൾ അത് പറഞ്ഞതാ 100 രൂപയുടെ കാഡ്ബറീസ് മുട്ടായിക്ക് വേണ്ടി ഞാൻ അമേരിക്കന്ന് മൂട്ടത്തിട ഇവിടെ. കാർബീസ് മുട്ടായല്ലേ ഇത്തവണ 1ാം സമ്മാനം. പിന്നെ അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ ഇത്തവണ എന്ന് പറഞ്ഞാൽ 1 കിലോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പോയി എടുത്തായിരുന്നോ? വെളിച്ചെണ്ണ ബാങ്ക് ലോക്കറിൽ ഇരിക്കുക. എന്നാ കാര്യത്തിന്? പിന്നെ അതുകൊണ്ട് ഞാൻ വരുമ്പോ എന്നെ ആരെങ്കിലും ഒക്കെ തല്ലിക്കൊന്ന് കളയാൻ വേണ്ടി. ഞാൻ നല്ല നാടൻ പൂക്കളാണ് കേട്ടോ. മാഷിന്റെ നാടൻ പൂക്കളല്ല ടീച്ചർ ഇട്ട നാടൻ പൂക്കളല്ല. അല്ല സാറിന് എങ്ങനെ മനസ്സിലായി? അല്ല അത് 1ാം തരം നല്ല തമിഴ്നാടൻ ജമന്തി. അതെങ്ങനെ മനസ്സിലായി? ഞാൻ അവിടെ ചെന്നപ്പോ ജമന്തി പറഞ്ഞു അണ്ണാ നാഗമന്ത തമിഴ്നാടെന്ന്. തന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ലേശം എനിക്കിറങ്ങി. അല്ല സാർ എന്നൊക്കെ നാടൻ പൂക്കൾ ഇട്ട ഇവിടെ? ഞാൻ നാടൻ പൂക്കൾ ഇട്ടെന്ന് പറഞ്ഞ കോളാമ്പി. നമ്മുടെ കോളാമ്പി ഇല്ലേ? കോളാമ്പി. പിന്നെ സാറിന്റെ പേരുള്ള ഒരു പൂവ്. അതേത് പൂവ്? കോഴിവാലം പൂവ്. അങ്ങനെ ഒരു പൂവ്. പിന്നെ ഞങ്ങൾ ഇട്ടെന്ന് പറഞ്ഞ പുളിയില. പിന്നെ കളറ് ചീര നമ്മൾ അരിഞ്ഞ് അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൂ എടുക്കാനുള്ള പൈസ പോലും പിരിച്ചു കിട്ടിയില്ല. കടക്കാരനെ കുടിക്കാത്ത കയറി അങ്ങ് മേഞ്ഞ്. അതല്ലേ സംഭവം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ എന്റെ പക്ഷമാണ് ടീച്ചറിന്റെ പക്ഷമാണ്? ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പക്ഷമല്ല. സാറിനോട് എനിക്കുള്ളത് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ടീച്ചറോടുള്ളത് ചെറിയ ചായ്വ്. ആ ചാഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് വെട്ടൂട്ട മാഷേ. അല്ലെങ്കിൽ എനിക്ക് ടീച്ചറിനോട് 2 വർത്താനം അങ്ങോട്ട് പറയാനുണ്ട്. നിങ്ങൾ ഈ 10 ബി ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടല്ലോ അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കരുത്. ഞാൻ ഈ സ്കൂളിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന പിള്ളേരെ ഏതാ? എന്റെ 10 സാറിന്റെ പിള്ളേര് ലോക തല്ലിപ്പൊളി പിള്ളേര്. സാറേ ഈ 10 ബി വിശ്വസിക്കരുത്. കഴിഞ്ഞ സ്പോർട്സ് ഡേക്ക് സാറ് ചുണ്ടത്ത് സൺസ്ക്രീം തേച്ചിരുന്നായിരുന്നല്ലോ. അപ്പൊ അമ്മ എന്നാ പറഞ്ഞിരുന്നറിയോ? ആണ്ട് അനൂപ് സാറ് പല്ല് തേച്ചിട്ട് വാ കഴുകാതെ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞമാരാണ്. പിന്നെ അതാ അമ്മാരാണ് 10 ബിയിലെ പിള്ളേര്. ടീച്ചറൊക്കെ മോശം. എനിക്ക് ഇഷ്ടമല്ല. അതെ ഈ കഞ്ഞിപ്പടി കിടന്ന് എന്നായിരുന്നില്ല അവിടെ? അത് വേറൊന്നല്ല, ഓണത്തിന് മറ്റേ സംഭാവന തരാൻ വേണ്ടിട്ട് ഓണസദ്യ ഉണ്ടാക്കണ. ഇതിലും മാത്രം പൈസ കൂടുന്നവര്. അതിന് ആര് കാശ് കൊണ്ടുവന്ന്? എല്ലാ പിള്ളേരും 30 രൂപയുടെ സാമ്പാർ വെച്ചും കൊണ്ടാ വന്നത്. എന്നാ പരിപാടിയാ ചോദിക്കണ്ടപ്പ? ഞാൻ ആ PTA പ്രസിഡന്റിനോട് ചോദിച്ചു മാഷേ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞേ ടീച്ചർ കാശ് എടുത്ത് വെച്ചല്ല സദ്യ ഉണ്ടാക്കണത് പച്ചക്കറി കഷ്ണം വെച്ചല്ലേന്ന്. എന്നാ കേട്ട PTA ആണോ? അയ്യോടോ, കഴിഞ്ഞ കൊല്ലത്തെ സദ്യ ഭയങ്കര കേമായിരുന്നല്ല. മാഷിന്റെ കയ്യിലിരിപ്പോട്ട് ഇങ്ങനെ പോയത് പോ. അത് പിന്നെ നമ്മൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തല്ലേ സാറേ? പറഞ്ഞു മുളകിയാലിച്ചോ ചുട്ട പപ്പടം ആണോടോ ഓണസദ്യക്ക് എടുത്ത്? നമ്മള് പായസം വെച്ച് കൊടുത്തല്ല. പായസത്തിൽ മധുരം ഉണ്ടായിരുന്നാ? നമ്മള് ഷുഗർ ഫ്രീ അല്ലേ കൊടുത്തത്? അതുകൊണ്ടാണ് ഇത്തവണ മണി ഫ്രീ ആയത്. ഇത് നേരത്തെ അറിയാവുന്ന കാരണമാണ് ഞാൻ മര്യാദക്ക് പോയി ആ കാറ്ററിംഗ് സദ്യയുടെ കാര്യം ഏൽപ്പിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞെന്നാ ഒരിലയ്ക്ക് 140 രൂപ. ടീച്ചർ അതൊരു മാന്യമായ റേറ്റ് അല്ലേ അത്? അല്ല 140 രൂപ ലാഭമുള്ള. സാറേ സാറിന്റെ അപ്പന് കാശുണ്ടെന്ന് വിചാരിച്ച ഒരുപാട് പോക്കിടത്തരം പറയരുത്. ഒരിലയ്ക്ക് കൊടുക്കണം 140. അപ്പൊ അതിനകത്ത് ചോറും കൂട്ടാനും വരുമ്പോ കാശ് എത്രയായിടും? ഉത്രാടത്തുമ്പി പിന്നെ ഇലക്കകത്ത് ചോറും കൂട്ടാനും കൂടി ആയിട്ടാണ് ഇത് തന്നത്. ഞാൻ അത് മനസ്സിലാക്കണം കേട്ടോ. ഓണപരീക്ഷ ടൂറിന് പോണ ദിവസം എന്തായി? അത് ടൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ആദ്യം 10 സീനേം കൊണ്ട് ടൂർ പോകാന്നാണ് പറഞ്ഞത്. സന്ധ്യ ടീച്ചറുണ്ടോ? 10 സീലെ പിള്ളേരോട് ഞാൻ വരില്ല. സന്ധ്യ ടീച്ചർ ഇല്ലെങ്കിൽ എവിടെ പോയാലും സന്ധ്യക്ക് മുമ്പ് ഞാൻ വീട്ടിൽ കയറുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ആരെയുണ്ടോ? പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച 10 ബി. സന്ധ്യ ടീച്ചറിനോ? പിന്നെ 10 ബി എന്റെ ക്ലാസ്സിൽ ഞാൻ വരും മാഷേ. നമുക്കേ ഇതൊരു 8 ദിവസത്തെ ടൂറാക്കിയാലോ? 8 ദിവസം മാതാപിതാക്കള് പിള്ളേരെ വിടൂല. എന്നാ മാതാപിതാക്കളെ പിള്ളേരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിള്ളേരെ ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ പോയാലോ? അതെങ്ങനെ ഉണ്ടാവും സാറേ? സാർ തന്നെ അഭിപ്രായം? അതെ, ഇതിനൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞ എന്നെ ഈ ഫ്ലോറിൽ നിന്ന് ഇറക്കി വിടും. ഞാനും എന്റെ കുടുംബം ഇതും കൊണ്ടാണ് ജീവിച്ചോണ്ടിരിക്കും. അയ്യോ മനസ്സിലായോ? അതെ 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 അതെ. സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നമ്മുടെ അധ്യാപകരുടെ കലാസന്ധ്യ ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ സാറേ സാറ് ചെയ്യണേ. ഇന്നലെ ഞാൻ സ്റ്റാഫ് റൂമിൽ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ കണ്ടില്ലായിരുന്നു? ഏതാണ്ട് കോക്കാൻ ബീച്ചൊക്കെ അവിടെ കിടന്ന് കാണിക്കേണ്ടത് എന്നാ അത്? KGF-ലെ യാഷ്. ആര്? യാഷോ? എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ച നാറാണത്തുറാതര ചെയ്തു. ഇല്ല, മാതാവാണ് പ്രപഞ്ചത്തിലെ പോരാളി എന്നൊക്കെ പറഞ്ഞപ്പോ ഏതാണ്ട് പുരാണ കഥാപാത്രമാണ് ഞാൻ വിചാരിച്ചത്. ഏത് പുരാണ കഥാപാത്രമുള്ളൂ? ചുണ്ടത്ത് തെറുപ്പ് വീടിയും വെച്ച് നടക്കണം. അതല്ലേ? അതല്ല. അല്ല സാറിനൊക്കെ പരിപാടിയാ സംഘടിപ്പിച്ചേക്കണം.
ഞാനൊരു കവിത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കവിത എന്ന് വെച്ചാല് വർഷങ്ങളായിട്ട് ഞാൻ സൃഷ്ടിയുടെ പേറ്റുനോവ് അനുഭവിച്ച് ഞാൻ എഴുതി കുത്തിക്കുറിച്ചൊരു കവിതയാണ്. അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടാം. അത് തന്റെ ടീച്ചർക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. പ്രോത്സാഹനമൊക്കെ ഇല്ലാണ്ട് എങ്ങനെയാണ്? ഇനി ഓക്കെ. ഓണക്കിറ്റ് അതിലിട്ടോണ്ട് പോവാതിരുന്നാ മതി. അല്ല പാടിക്കോ. ഓണല്ലേ ഞാൻ പാടില്ല കേട്ടോ. പാടേ. ഓണക്കിറ്റ് 10 രൂപയ്ക്കു ഞാൻ കടുക് വാങ്ങി, എനിക്കെത്ര നിനക്കെത്ര? 20 രൂപയ്ക്ക് ഉലുവ വാങ്ങി, എനിക്കെത്ര നിനക്കെത്ര? 30 രൂപയ്ക്കു മല്ലി വാങ്ങി, എനിക്കെത്ര നിനക്കെത്ര? എങ്ങനെയുണ്ട്? അവിടെ കഞ്ഞിപ്പരയില് അടുപ്പ് കത്തുള്ള ഇതാകുമ്പോ നല്ലോണം നിന്ന് കത്തിക്കോളും. ഞാൻ ഇപ്പൊ വരാം. ഞാൻ കഞ്ഞിപ്പരയിൽ പോട്ടെ. എനിക്കതല്ല, ആ തന്തയ്ക്ക് വിളിച്ചവന്റെ പേപ്പറും കൊണ്ടാ പോയത്. ഇനി അവൻ അത് പറഞ്ഞു കിടക്കൂലോ. സംഭവം കവിത എങ്ങനെയുണ്ട്? 50 രൂപയുടെ ഓണക്കിറ്റിനുണ്ടല്ലോടോ തന്നേലും മൂല്യം. എനിക്കത്ര തനിക്കത്ര. സാറേ എന്തേ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണം ചോദിച്ചപ്പോ ഒരുത്തിന് എഴുതി വെച്ചേക്കോ. എന്റെ പൊന്നടാവേ, അതൊക്കെ ഒരു വലിയ കാരണം, ഞങ്ങള് പിള്ളേരുടെ നിൽക്കണ കാരണമല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ തവണയും സന്ധി ടീച്ചറിനെ കാണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കുന്തളിപ്പുള്ളതാണല്ലോ. ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലേ? സംഭവം റെഡിയൊക്കെ ഉണ്ട്. ഓണായിട്ടൊക്കെ കളിക്കണ കൊള്ള. അതിനകത്ത് അങ്ങനെ അമ്മൂമ്മ ഉണ്ടെങ്കിൽ വെച്ചിടിക്കും ഞാൻ. 10 അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഞാൻ ആ സംഭവം മാറ്റി. അപ്പൊ ഇപ്പൊ ഏതാ സാധനം? ഓണാക്കി ഞാൻ കാണിച്ചു തരാം. അഭിപ്രായം ഇങ്ങോട്ട് വാ. എന്റെ കറക്റ്റ് ഭാവം കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഞാൻ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് കലാപരമായിട്ട് കൊള്ളത്തില്ലെങ്കിൽ തല്ലി കൊല്ലാലോ. വടി അവിടെ ഒക്കെ ഒരു ധൈര്യത്തിന്. പറയും. മാന്യസദസ്സിന് വന്ദനം. ഞാൻ അവതരിപ്പിക്കുന്ന മോണോ ആക്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അമ്മേ അമ്മേ ചോറ് ചോറ് തരാൻ മോനെ. ചോറ് പിന്നെ ചോറ് കൊടുക്കരുത്. അയ്യോ അച്ഛാ എല്ലാം തല്ലല്ലേ. അയ്യോ അമ്മേ അമ്മേ എല്ലാം തല്ലിക്കൊല്ലല്ലേ. അയ്യോ ചേട്ടാ എല്ലാം തല്ലല്ലേ. കൊല്ലും. എങ്ങനെയുണ്ട് സാറേ? ഒരു മിനിറ്റ്. അതെന്നാ സാറേ? ആദ്യം ടയർ ഉരുട്ടിക്കൊണ്ടിരുത്തം വന്നില്ലേ, അവനിട്ട് ആദ്യം കൊടുത്തു വിട്ടത്. സംഭവം ഈ കൊല്ലം ഏറ്റില്ല സാറേ. താൻ എന്ന് ഈ കിടന്ന് കോനാമ്പീച്ചി കാണിക്കണം. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ താൻ കഴിഞ്ഞ തവണ ഇതുപോലെ ഇപ്പൊ പാട്ടും കൊണ്ട് വന്ന് പൊളിഞ്ഞ് കൊട്ടയിൽ കയറി ലഘുനാടകം കൊണ്ട് വന്ന് അന്ന് തന്നെ കൊടിമരത്തിൽ കെട്ടിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ താൻ മോണാക്റ്റും കൊണ്ട് വന്നേക്കണ്. എന്തിനാ ഈ പൊളിയോന്ന് ഇറങ്ങിയിട്ട് താൻ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് വന്നത്? ആശേ ചാവൂന്ന് പറഞ്ഞിട്ടും മനുഷ്യന്മാര് ജീവിക്കണില്ലേ ഒരു പ്രതീക്ഷ. ഒരുപാട് ചിരിച്ചു സ്കിറ്റ് കണ്ടിട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ സ്റ്റാഫ് റൂമിൽ ഇരുന്ന ടീച്ചേഴ്സ് എന്തായിരിക്കും സംസാരിക്കുക എന്ന്. എന്തായാലും ഇതുപോലെയൊക്കെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. അപ്പോൾ ദിസ് ടൈം ഞാൻ ഷാജൻ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം. ഷാജൻ ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ആദ്യം മുതൽ തന്നെ ചിരിക്കാനുണ്ടായിരുന്നു. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം പേപ്പർ നോക്കിയിട്ട് എഴുതിയേക്കുന്ന കണ്ടില്ലേ, ഒറ്റ തന്നെങ്കിൽ ജയിപ്പിച്ചു. റാവണം മുതൽ ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ കൗണ്ടറുകളുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപ്തിയുടെ ഏരിയ മാത്രമാണ് എന്തോ ഒരു ഇച്ചിരി കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് തോന്നിയത്. സാധാരണ ദീപ്തി വരുമ്പോൾ കുറേ ചിരിപ്പിക്കുന്നതാണല്ലോ, അതിന്ന് അങ്ങോട്ട് കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത്. പക്ഷേ മറ്റേ ഐഡിയ നല്ലതായിരുന്നു. ആദ്യം വന്ന് ഡാൻസ് ചെയ്തിട്ട് പോകുന്നു, അത് കഴിഞ്ഞ് മറ്റേ ആൾ വരുന്നു. അപ്പോൾ അയാളുടെ ഡ്രീം ആയിരുന്നുള്ളത് നമുക്ക് രണ്ടാമതാണ് കിട്ടിയത്. അത് നല്ലൊരു ഐഡിയ തന്നെയായിരുന്നു. അമലെ മോനെ നന്നായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ പുതിയ കോമ്പിനേഷൻ വന്നതിന് ശേഷം അമലിന് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് കേട്ടോ. നല്ലൊരു ആക്ടർ ആയിട്ടുണ്ട്. നല്ല ടൈമിങ്ങും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു പ്രദീപിന്റെ ഒക്കെ കൂടെ കൂടിയതിന്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നല്ല പ്രദീപേ? തീർച്ചയായിട്ടും അങ്ങനെ ആവണം. കാര്യം പ്രദീപ് ഒരു ഉഗ്രൻ ആക്ടറാണ്. നമുക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ പ്രദീപിന്റെ ഏരിയ എല്ലാം ഒന്നും പറയാനില്ല. ആ മോണോ ആക്ട് ഒക്കെ ഗംഭീരമായിരുന്നു. കാര്യം നമുക്കറിയാം മോണോ ആക്ട് എന്ന് പറയുമ്പോൾ ഒരു 3 ക്യാരക്ടേഴ്സ് വന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ പറഞ്ഞ് അമ്മൂമ്മയുണ്ട്, ഞാൻ ഇടിച്ചു തരും കേട്ടോ. അമ്മൂമ്മ ഇല്ലാതൊരു മോണോ ആക്ട് ഇല്ല. അമ്മനെ തുടങ്ങുള്ളൂ ഇങ്ങനെ ആരാത് എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചിരിച്ചു.
ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ ഒരുപാട് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മളല്ലേ? നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ അമലും നമ്മുടെ പ്രദീപും കറക്റ്റ് ഒരു മിമിക്രി ലെവലല്ല കേട്ടോ ചെയ്തത്. കറക്റ്റായിട്ട് ആ സാറുമാരുടെ എന്താ ചേഷ്ടകളും കാര്യങ്ങളും ആ ഒരു എന്താ പറയുന്നത് ഒരു ആ സീനിയോറിറ്റിയും ശബ്ദത്തിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അമല് കറക്റ്റായിട്ട് അത് ചെയ്ത് ആ സ്പെക്സിന്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നോക്കുന്നു. അമലൊരു മാനറിസം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവസാനം വരെ ചെയ്തിരുന്നു. പേപ്പർ ഇങ്ങനെ നോക്കുന്ന സമയത്തും ആളുകളെ നോക്കുന്ന സമയത്തും സംസാരിക്കുന്ന അകലെ നോക്കുക എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് കയ്യിൽ നിന്ന് പോയിട്ടേ ഇല്ല കേട്ടോ. അതൊക്കെ നല്ലൊരു ആർട്ടിസ്റ്റിന് പറ്റിയൊരു വലിയ ഗുണമാണ് അതൊക്കെ. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രദീപിൻ്റെ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒരു സാറ് നല്ല സാറ്, പക്ഷെ ഉടായ്പുണ്ടെന്നുള്ളത് മുഖത്ത് നോക്കിയാലും അറിയാൻ പറ്റില്ല. പക്ഷെ പ്രവൃത്തി പെണ്ണുങ്ങളൊക്കെ വന്നാലേ അതറിയുള്ളൂ. ഈ പറഞ്ഞിട്ട് ദീപ്തി ആദ്യം വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം അതൊരു മെമ്മറി ഒരു തിങ്കിങ് ആണെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് വളരെ കറക്റ്റായിരുന്നു. സിനിമയിലൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവസാനം വരെ എനിക്ക് തോന്നുന്നത് ആ പേപ്പർ നോക്കുന്നതിൽ നല്ല കോമഡികളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞിട്ട് ഓണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് സ്കൂളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓണത്തിനുണ്ടാവുന്ന ഇത് എനിക്ക് തോന്നുന്നു കുട്ടികളേലും വലിയൊരു സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ടൂറ് പോകണം, ഓണം കളിക്കണം, ഓണാക്ട് ചെയ്യണം. ഈ പുള്ളി ഇത്രയും വയസ്സായിട്ടും മാന്യ സദസ്സിന് വന്നു അതിൽ തുടങ്ങിയതാണ് എനിക്ക് ഇഷ്ടമായത്. മൂന്നുപേരും ഗംഭീരമാണ് കേട്ടോ. നന്നായിട്ട് ചിരിക്കാണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീറിക്ക നന്നായിരുന്നു. നമ്മുടെ ഈ സ്റ്റേജിൽ ഒരുപാട് ക്ലാസ്സും അതേപോലെ സ്റ്റാഫ് റൂമിൻ്റെ എപ്പിസോഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരോ എപ്പിസോഡുകൾ ഇങ്ങനെ അതായത് ഈ ക്ലാസ് റൂമിൻ്റെ സ്റ്റാഫ് റൂമിൻ്റെ ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു ടീം പറഞ്ഞ ഏതെങ്കിലും ഒരു ഐറ്റം ഇതിൻ്റെ അകത്ത് കയറി വരുമോ. അതൊക്കെ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്തെ ആ ക്വസ്റ്റ്യൻസുകളും ആ ചോദ്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു. എല്ലാം വെറൈറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം ചിരിക്കാൻ പറ്റിയതുമായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും ചെയ്തു. പിന്നെ ഈ പറയുന്ന ദീപ്തിയുടെ കാര്യം പറഞ്ഞില്ല, ആ പോർഷൻസ് കുറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. എന്തോ ഒരു മൊത്തത്തിലൊരു ടൈമിംഗ് വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നത്. രണ്ടാമത് പാട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ രണ്ടാമത് അതിൻ്റെ ആ പാട്ട് ഇന്ന ആവശ്യത്തിനാണെന്നുള്ള കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ പാട്ട് വന്നപ്പം നമ്മൾ വിചാരിച്ച് ഇപ്പം ചില എപ്പിസോഡുകളിൽ ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ ടൈം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു പാട്ട് കയറ്റിയിട്ട് അതിന്ന് ടൈം ലാഗ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിനല്ലായിരുന്നു. അങ്ങനെ ആദ്യം മനസ്സിൽ തോന്നി. പക്ഷേ അതിൻ്റെ എൻഡിൽ പ്രദീപ് പോയിട്ട് ഇങ്ങനെ നിൽക്കുമോ ദീപ്തി അടുത്ത എൻട്രിയും കൂടെ കയറി വന്നപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറിയത്, ആ വൃത്തികേടും അങ്ങ് മാറിയത്. അങ്ങനെ നിങ്ങൾ എന്തായാലും വളരെ ചിന്തിച്ചും വളരെ അറിഞ്ഞുകൂട്ടി ഒത്തിരി നേരം ഇരുന്നുമൊക്കെയാണ് ക്ലാസ് റൂമിൻ്റെയും സ്റ്റാഫ് റൂമിൻ്റെയും ആ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ചെറിയൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. നമുക്കിനി മാർക്സ് ചോദിക്കാം. അതിന് മുമ്പ് ഞാൻ നമ്മുടെ ജഡ്ജസിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പരീക്ഷയിൽ ഇതേപോലെ ടീച്ചേഴ്സ് അങ്ങനെയല്ല ഒന്ന് ജയിപ്പിച്ച് വിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതോ എല്ലാവരും അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മളെ പേപ്പർ കണ്ട ഉടനെ വാരിക്കൊരുക്കി തരില്ല. ഞാനൊക്കെ ഉണ്ടല്ലോ 5ഉം 10ഉം പേപ്പറിലൊക്കെ എഴുതിയിരുന്നത്. അതല്ല ഇപ്പോഴും സ്കൂളിൽ ഇങ്ങനെ വെച്ചേക്കാണ്, ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റാഫ് റൂമിൽ. നസീർക്ക് എന്തൊന്നും ഉണ്ടാത്ത ഓപ്പോസിറ്റ് ഉള്ളവർ എഴുതുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന അന്നേരം ഇപ്പുറത്തേക്ക് പകർത്തിയാൽ മതിയല്ലോ, കുഴപ്പമില്ല. ആ ഭാഗത്തൊക്കെ ഞാൻ രക്ഷപ്പെട്ടതാണ്. അതൊക്കെ എന്തോ കഴിഞ്ഞ കാര്യം. അപ്പൊ എന്തായാലും ഇതിന് എത്ര മാർക്ക് ഈ ടീച്ചേഴ്സ് കൊടുക്കുമെന്ന് നമുക്കറിയാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. താങ്ക് യു ചേട്ടൻ. ഞാനൊരു 12,000 രൂപ, അതായത് 12,000 രൂപ. 12,000. അപ്പം 22,000 ആണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത്. ഇനി ഫൈനൽ സ്കോർ എത്രയാണെന്നുള്ളത് ഷാജു ചേട്ടന്റെ കയ്യിലാണ്. ചേട്ടാ എന്തായാലും സാറിന് ടീച്ചറുമായിട്ടൊരു ടൂർ പോകാൻ പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും ആ ടൂർ ഒന്ന് ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അവിടെ അപ്പൊ എന്തായാലും ഗംഭീരമായി ടൂർ പോയിക്കൊള്ളുക. കാര്യമായിട്ട് സ്കിറ്റിന്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും ജഡ്ജസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു, ബൈ. അപ്പൊ ഇന്ന് നല്ല തകർപ്പൻ എപ്പിസോഡായിരുന്നു. നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തില്ലേ? ജഡ്ജസ് എൻജോയ് ചെയ്തു, ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എല്ലാരും ഹാപ്പി ആയ സ്ഥിതിക്ക് ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.